പെട്ടതെന്ന് പറഞ്ഞാൽ ആർക്കോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാളെന്നോട് പറഞ്ഞ് ഇങ്ങനെ 2 വീലർ, അതായത് ഇതുവരെ പറയുന്നത് CSR ഫണ്ടിലൂടെയാണ്. അതുപോലെ ഓരോ കമ്പനികൾക്കും 2%, ഈ കമ്പനീൻ്റെ ലാഭവിഹിതം 2% പിന്നെ ഈ ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കിട്ടിയ ആളുകൾ, കാരണം ലാപ്ടോപ്പ് കിട്ടിയ ആളുകളുണ്ട്, പിന്നെ അങ്ങനെ പല ആളുകളുമുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് ഇവർ വേറെ ആളന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ 2 വീലറിനൊക്കെ ഇങ്ങനെ ഇത്ര ഡിസ്കൗണ്ടിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു സംഖ്യക്കുള്ള ഇങ്ങനെ ഇതൊക്കെ CSR ഫണ്ടിൻ്റെ കാര്യവും ഈ 2% ഇങ്ങനെ കമ്പനികളിൽ, അതായത് 1 കോടി ഇതുണ്ടെങ്കിൽ, 1 കോടി ലാഭം ഉണ്ടെങ്കിൽ അതിൻ്റെ 2% എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ അല്ലേ. ആ ഒരു സംഖ്യ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ടെന്നല്ല സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവരത്രയും സ്ത്രീകൾക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത് ആ ഒരു വലിയൊരു ഓഡിറ്റോറിയം, അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ ഒരു പരിപാടി. അതും വലിയ വലിയ നേതാക്കളുള്ള ഒരു. അപ്പോൾ അവിടുന്ന് ശരിക്കും ഒരാൾക്കും അവിശ്വസിക്കാൻ പറ്റാത്ത അതായത് അത്രയും വിശ്വസനീയമായ രീതിയിലാണ് ഇയാൾ അനന്തു കൃഷ്ണൻ്റെ ഒക്കെ സംസാരം കേട്ടിട്ട് ഇത്രയും നല്ല മനുഷ്യരുണ്ടോ എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ ഇത്രയും ചതിക്കുക എന്നുള്ള അറിയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ഒരു ലേഡീസ് ഒക്കെ എനിക്ക് തോന്നുന്നു സ്വർണം പണയം വെച്ചും പല രീതിയിലായിരിക്കും ആ ഒരു പൈസ പെട്ടെന്ന് ഉണ്ടാക്കിയത്. പരാതി ഇല്ല, എനിക്ക് തോന്നുന്നു അതൊക്കെ അന്ന് വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. കാരണം 150ാമത്തെ പരാതിയാന്ന് പറഞ്ഞിട്ട് അവിടെ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതിനൊരു റെസീറ്റോ ഒന്നും തന്നിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഞാൻ വിചാരിക്കുന്ന ഒന്നുകൂടെ പോയി അന്വേഷിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഇവിടെ എന്തെങ്കിലും നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ വന്നത്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അതായത് ഈ പ്രൊമോട്ടർമാർ എനിക്കറിഞ്ഞൂടാ, അവരും കുറച്ച് ഇതിൽ പങ്കാളികളാണല്ലോ. കാരണം ഈ അവസാന നിമിഷം വരെ ഈ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ ഇവർ പറഞ്ഞിട്ടേ ഇല്ല. കാരണം നമ്മളോട് പറയുന്നത് അനന്തകൃഷ്ണൻ്റെ പേരിൽ കേസെടുത്ത് കഴിഞ്ഞാൽ അയാൾ പുറത്തിറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്ന്. കാരണം കൂടുതൽ കേസാവുമ്പം അയാൾ പിന്നെയും ജയിലിലാവും, പെട്ടുപോകും. അന്നേരം ഈ ഇതൊന്നും നമുക്കുള്ള പൈസ തിരിച്ചു തട്ടാനുള്ള ഒരു ഇതുമില്ല. പക്ഷെ ഇപ്പോഴാണല്ലോ അറിയുന്നത് ഇയാളെ പേരിലുള്ള മുഴുവൻ നേതാക്കൾക്ക് പലർക്കും ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത്രയും പാവപ്പെട്ടവരെ പൈസയാണ്. കാരണം എത്രയോ ആളുകൾ ഈ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം ഞാനടക്കം എൻ്റെ ഒരു വള പണയം വെച്ചിട്ടാണ് പെട്ടെന്ന് പൈസ വേണമെന്നേരം നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പൈസ ഉണ്ടാക്കി. കാരണം ഞാനും 2 പ്രാവശ്യം വേണ്ടാന്ന് വിചാരിച്ച്, പിന്നെ എല്ലാവരും ഞങ്ങൾ അടുത്ത വീട്ടിലെ കുറേ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ലാപ്ടോപ്പ് കിട്ടിയവരുണ്ട്. പിന്നെ അതിനു മുൻപ് സ്കൂളിൻ്റെ ആ ഒരു സമയത്ത് സ്കൂൾ കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതായത് 3000 വിശ്വാസത ഉണ്ടാക്കി. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശ്വാസത ഉണ്ടാക്കിയിട്ടാണ് ഇത് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയത്. അപ്പം അതിന് ശരിക്കും എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യും എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ. കാരണം ഒരു പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ള. കാരണം ഞാൻ ഒരാൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഇതുപോലുള്ള പല ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഒരു ഇതിൽ പെട്ടിട്ടുണ്ട്. ഓക്കെ.